ഹായ് ഡേയ്സ്, എല്ലാവർക്കും പുതിയ കല്ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ റോസാണേ. അപ്പോൾ അതിൽ നല്ല രീതിയിൽ പൂ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയല്ലേ? ഇതുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്ത് ഭംഗിയാണ്. നല്ല കൊലകൊലയായിട്ടുണ്ടാകും കേട്ടോ. നല്ല എപ്പോഴും പൂക്കളാണേ. ഇത് ഞാനിങ്ങനെ വളർത്തി കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും ഫ്ലവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറേ അധികം ഒന്നുണ്ടോ. മുട്ടുകളാണെങ്കിലും നോക്കി എന്തോരം വന്ന് നിൽക്കുന്നത് നോക്കി. നല്ല ഭംഗിയല്ലേ? എന്ത് ക്യൂട്ടല്ലേ കാണാൻ. ഇതൊരു നേരിട്ട് ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല മജന്ത, ഉള്ളിൽ നല്ല വൈറ്റ് ഷെയ്ഡ്. അതായത് നല്ല സിംഗിൾ പെട്ടൽ എന്ന് പറയാം. ഡബിൾ പെട്ടലല്ല, സിംഗിൾ ആയിട്ട് ഇതിനിങ്ങനെ നിൽക്കും. ഇതാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനും. ഇതിൻ്റെ കണ്ടോ അടിപൊളിയായിട്ട് മുട്ട് നോക്കി എന്തോരട്ടോ നിൽക്കുന്നതെന്ന്. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇതൊരു പൊട്ടിലിങ്ങനെ വെച്ചേക്കുന്നു. അപ്പോൾ നല്ല ബുഷായിട്ട് അതിങ്ങനെ വളർന്ന് വന്നിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പൂക്കളിട്ട് നിൽക്കുമ്പോൾ അതെ നമുക്ക് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ എന്താണേലും ഇത്രയും പൂക്കൾ നിൽക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രം കാണാതെ എൻ്റെ സബ്സ്ക്രൈബറും അല്ലാതെ എല്ലാവർക്കും കേട്ടോ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. റോസ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല, ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇതിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പൂക്കളൊക്കെ ഒന്ന് കാണുമ്പോൾ ഇല്ല എന്ത് ഭംഗിയല്ലേ, മനസ്സിന് സന്തോഷം. അപ്പം ഇങ്ങനെ ഞാൻ വെള്ളം വയ്ക്കുന്നുണ്ട്. വെള്ളം ഇപ്പോൾ അടിച്ചതാണേ, വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ വെള്ളമൊക്കെ അടിച്ചിട്ട് എന്നാൽ ചെറിയൊരു വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നോക്കിയാൽ ഭംഗിയല്ല, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്രേ ഉള്ളൂ, സൈസൊക്കെ ഇത്രേ ഉള്ളൂ. പക്ഷെ നല്ല എന്താ പറയുക, നല്ലൊരു ഇതിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു എന്നാ ഒരു ബൾബ് തെളിഞ്ഞിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോഴേ ഇതിങ്ങനെ നല്ല ഉള്ളിലെ വൈറ്റും ഇതെല്ലാം അവിടെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല കൊലകൊലയായിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ കയ്യിലൊരു 10 വെറൈറ്റിയുടെ പല നാടനായിട്ടുള്ള വെറൈറ്റിയുടെ കട്ടിങ്സ് എടുക്കാനുണ്ട് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് എല്ലാ വെറൈറ്റി. അപ്പം പൂക്കളില്ല, അപ്പോൾ കുറേ അധികം നമുക്ക് സ്റ്റെം വെട്ടാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ 10 കട്ടിങ് ആയിരിക്കും, ഒന്നിച്ച് നമ്മൾ അയക്കത്തുള്ളേ. 10 ഓരോ കട്ടിങ്. അപ്പോൾ 2 വെച്ചൊരു വെറൈറ്റിയുടെ വേണമെങ്കിൽ അങ്ങനെ ഞാൻ തരാം. പിന്നെ 10 വെറൈറ്റി ആയിരിക്കും നമ്മൾ തരുന്നത്. ഓക്കെ, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. എല്ലാം നല്ലതുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പൊക്കെ തരാം കേട്ടോ. ഇത് നോക്കിയാൽ നല്ലൊരു പുതിയ വെറൈറ്റി എന്ന് പറയാം ശരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുക്കാറുണ്ട്. ഇതുണ്ട് ഇപ്പോൾ തന്നെ കുറേ നിൽപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മുട്ടയെല്ലാം ഈ പൂക്കളെല്ലാം പോയി കഴിഞ്ഞ് ഒരു ഇതാകുമല്ലോ, അപ്പോൾ നമ്മളൊന്ന് വെട്ടണമല്ലോ. അപ്പോൾ ഞാനിടാം വീഡിയോ കേട്ടോ. നല്ല ഭംഗിയല്ലേ, നോക്കിയാൽ നല്ലൊരു കളറ്. പക്ഷേ ഇത് നോക്കിയാൽ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നേരിട്ട് ഇതിനകത്തോട് നോക്കിയിട്ട് എനിക്ക് വേറൊരു കളറാണ്, പക്ഷേ സെയിം ഇതാണ്. വേണ്ട, നല്ലല്ലേ? എനിക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊന്നുമില്ല, ഞാനിതൊക്കെ നമ്മുടെ ജൈവ രീതിയിലുള്ള ബോൾസത്തിനൊക്കെ കൊടുക്കുന്ന പോലത്തൊക്കെ വളങ്ങളാണ് ഇതിനും കൊടുക്കുന്നത്. എന്താ പറയുക, ഞാനിതിന് ഈ നമ്മുടെ ചാണകമില്ലേ കലക്കി വെച്ച് അതിൻ്റെ തെളിയൊക്കെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അതുപോലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാനുണ്ടല്ലോ 15 ദിവസം കൂടുമ്പോൾ പെസ്റ്റിസൈഡ് അത് ഞാൻ അടിക്കും. അതിൻ്റെ ഇത് വാങ്ങി ഞാനിത് അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കീടങ്ങളോ അല്ല പുഴുക്കളോ ഇല ചുരുളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഒരു 15 ദിവസം കൂടുമ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ചട്ടിയിൽ ഇതുപോലെ ഈ വൈറ്റും മെറൂണും ഇങ്ങനെയൊക്കെയാണ് നിൽക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ മെറൂണില്ലേ, വള്ളി റോസ ഉണ്ട് കേട്ടോ. വെള്ളി ഇങ്ങനെ നല്ല കട്ടയ്ക്ക് ഉണ്ടാകുന്ന മെറൂണില്ല, നല്ല ഇങ്ങനെ വള്ളി അറ്റത്തായിട്ട് ഇങ്ങനെ നല്ല കൊലകൊലയായിട്ട് ഇങ്ങനെ ഉണ്ട്. അങ്ങനത്തേൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. കട്ടിങ് കുറേ ഉണ്ട് എടുക്കാൻ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം പോരും കേട്ടോ. കട്ടിങ് മേടിക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയല്ല അത് പിടിപ്പിച്ചെടുക്കണം. നാടൻ വെറൈറ്റിയൊക്കെയാണ്, പക്ഷേ അതെങ്ങനെയല്ല നിങ്ങൾ കൈ കിട്ടിയാൽ നിങ്ങൾ മാക്സിമം അതിനൊന്ന് ശ്രദ്ധിച്ച് പിടിപ്പിച്ചെടുക്കാൻ നോക്കണം. പിടിച്ചൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലത് പിന്നെ നമ്മൾ നല്ലതായിട്ട് വളർന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കമ്പിനെ വെട്ടി നമുക്ക് ധാരാളം സ്റ്റെമ്മ് പിടിപ്പിച്ച് ഒത്തിരി ഇതാക്കാം. അതുപോലെ ആവറേജ് നല്ലൊരു വലുപ്പമുള്ളൊരു പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിലത്തോട്ട് വെച്ചാൽ അത് കൂടുതലാകും. അതിൽ ഞാനിപ്പോൾ ഇത് പോട്ടിലാണ്. ഇപ്പം പോട്ടിൽ നിന്ന് കുറേ കഴിയുമ്പം നിലത്തോട്ട് വെക്കണമെന്നുണ്ട്, പക്ഷേ ഇതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതനുസരിച്ച് ഇത് നല്ല ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലൊരു വെറൈറ്റി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു, എനിക്കിത് ഒരു വെറൈറ്റി ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് ഇത്ര ആക്കിയെടുത്തു. അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ.
അപ്പം താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യാം. ചിലപ്പോൾ എല്ലാത്തിൻ്റെ ഫ്ലവർ ഒന്നും കാണുകയില്ല, നിങ്ങൾക്ക് തരുന്നത് നല്ല നല്ല വെറൈറ്റിയുടെ ആയിരിക്കും. നാടന് പനീർ റോസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ വൈറ്റിൻ്റെ ചെണ്ട് പോലെയൊക്കെ ഉണ്ടാകുന്ന കേട്ടോ, വലുപ്പത്തിലുണ്ടാകുന്നൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്ലവർ കാണിയില്ല, ഉള്ളതിൻ്റെ ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴി അയച്ചു തരുന്നതായിരിക്കും. എന്ത് നല്ല രസമല്ലേ, ചെടികൾ കണ്ട് കൊതി. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സെന്തോ സന്തോഷമല്ലേ. എനിക്ക് വീഡിയോ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ ഡിയേഴ്സ്. ഇതിൻ്റെ കളറും ഇതിൻ്റെ രസമൊക്കെ ഉണ്ടാകും, നല്ല ഫ്രഷ്നെസ് ഇതെല്ലാം കാണുമ്പോൾ പിന്നെ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. ചിലർ പറയും ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഈ പൂവിനെ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ ഭംഗി കണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ പിന്നെയും റിപ്പീറ്റ് ആയിപ്പോൾ ഒന്ന് സോറി ക്ഷമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.